കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. വെള്ളത്തിനടിയിൽ കുടുങ്ങിയ കീരമ്പാറ സ്വദേശിയുടെ വല വീണ്ടെടുത്ത് നൽകി കോതമംഗലം ഫയർഫോഴ്സ്. കാലുകൾ തളർന്നിട്ടും മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന കീരമ്പാറ സ്വദേശി തോമസിനാണ് ഫയർഫോഴ്സ് രക്ഷകരായത്. കാലുകൾ തളർന്നിട്ടും കൈക്കരുത്തിൽ മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന കീരമ്പാറ സ്വദേശി തോമസിന്റെ വെള്ളത്തിനടിയിൽ കുടുങ്ങിപ്പോയ വല കോതമംഗലം ഫയർഫോഴ്സ് വീണ്ടെടുത്തു നൽകി. കീരമ്പാറ സ്വദേശിയായ തോമസ് തന്റെ മുച്ചക്ര വാഹനത്തിൽ തട്ടേക്കാട് പെരിയാറിന്റെ തീരത്തെത്തി നിരങ്ങി നീങ്ങി വഞ്ചിയുമായി മീൻ പിടിക്കാൻ പോകുന്നത് സമീപകാലത്ത് വൈറലായ കാഴ്ചയായിരുന്നു. എന്നാൽ ഒരാഴ്ച മുൻപ് മീൻ പിടിക്കുന്നതിനിടയിൽ വെള്ളത്തിനടിയിൽ വല കുടുങ്ങിപ്പോയതോടെ തോമസിന് ഉപജീവനം വഴിമുട്ടിപ്പോവുകയായിരുന്നു. സ്വന്തം ഉപജീവന മാർഗം തന്നെ നഷ്ടമാകുമെന്ന ആശങ്കയിൽ തോമസ് ഒടുവിൽ കോതമംഗലം ഫയർഫോഴ്സിന്റെ സഹായം തേടി. അപ്പോൾ തന്നെ സ്റ്റേഷൻ ഓഫീസർ അജ്മൽ ഷായുടെ നേതൃത്വത്തിൽ സ്കൂബ ടീമുമായി തട്ടേക്കാട് എത്തുകയായിരുന്നു. തട്ടേക്കാട് പാലത്തിന് സമീപത്തു നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെ 20 അടി താഴ്ചയിൽ വെള്ളത്തിനടിയിൽ മരക്കൊമ്പിൽ കുരുങ്ങിക്കിടന്ന വല സ്കൂബ ഉപയോഗിച്ച് സേനാ അംഗങ്ങൾ എടുത്തു നൽകുകയായിരുന്നു. ഇവിടെ തുടങ്ങിട്ടോ നോക്കി ഒരു മരക്കമ്പണ്ണത്ത് ആ മരക്കമ്പ കയറി കൊടുക്കിക്കൊണ്ടു ഒരു മണിക്കൂറോളം നടത്തിയ പരിശ്രമത്തിന് ഒടുവിലാണ് വല വീണ്ടെടുക്കാനായത്. ജീവിതത്തിന്റെ കരുത്തായി മാറിയ ആ വല തിരികെ കിട്ടിയപ്പോൾ തോമസിന്റെ മുഖത്ത് വീണ്ടും പ്രതീക്ഷയുടെ പ്രകാശം പരക്കുന്നുണ്ടായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ അജ്മൽ ഷാ, സേനാ അംഗങ്ങളായ സിദ്ദിഖ്, സൽമാൻ, അജ്നാസ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വല വീണ്ടെടുക്കാൻ ഏകദേശം 1 മണിക്കൂറോളം പരിശ്രമിക്കേണ്ടി വന്നുവെന്നും സഹായത്തിന് ആവശ്യമുള്ളവർ 101 വിളിച്ചാൽ ഫയർഫോഴ്സിന്റെ സേവനം സൗജന്യമായി ലഭ്യമാകുമെന്നും സ്റ്റേഷൻ ഓഫീസർ അജ്മൽ ഷാ പറഞ്ഞു. അദ്ദേഹത്തിന് കാലിന് കുറച്ച് സ്വാധീനക്കുറവുണ്ട്, ചെറിയ ഭിന്നശേഷിക്കാരനാണ്. അദ്ദേഹം തന്റെ ഉപജീവന മാർഗമായ വല നഷ്ടപ്പെട്ടെന്നൊരു മെസ്സേജുമായിട്ട്, ഒരു സന്ദേശമായിട്ട് കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിലെത്തുകയും തുടർന്ന് നിലയത്തിലെ സ്കൂബ ടീം വാഹനവും ഡിങ്കിയും OB എഞ്ചിനുമായിട്ട് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. തുടർന്ന് ഏകദേശം കരയിൽ നിന്ന് 1 കിലോമീറ്ററോളം മാറി വെള്ളത്തിലെ അടിയിൽ ഒരു മരക്കൊമ്പില് കുടുങ്ങിക്കിടന്ന അവസ്ഥയിലുണ്ടായിരുന്ന വല സ്കൂബ ടീം സ്കൂബ ഉപയോഗിച്ച് ഇറങ്ങി 20 അടി താഴ്ചയിൽ രക്ഷാപ്രവർത്തനം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം പണിപ്പെട്ട് ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ പോലും സേനാംഗങ്ങളായ SFRO ശ്രീ സിദ്ദീഖ്, FRO ശ്രീ സൽമാൻ എന്നിവർ സ്കൂബ ഉപയോഗിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുകയും അടിയിൽ ഏകദേശം 1 മണിക്കൂറോളം ബുദ്ധിമുട്ടി വലയിൽ കുടുങ്ങിയ മരക്കഷ്ണം നീക്കം ചെയ്ത് വല ഡിങ്കിയിലേക്ക് കയറ്റുകയും ചെയ്തു. തുടർന്ന് അവിടുന്ന് സേന കരയിലേക്ക് എത്തുകയും അദ്ദേഹത്തിന് വല കൈമാറുകയും ചെയ്തു. അദ്ദേഹം നേരിട്ടാണ് സംഭവ സ്ഥലത്തു നിന്നും നിലയത്തിലേക്ക് എത്തിയത്. നേരിട്ട് എത്തേണ്ട കാര്യമില്ല. ഏകദേശം നമുക്ക് 101 എന്നുള്ളൊരു നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഫയർഫോഴ്സിന്റെ സേവനം തികച്ചും സൗജന്യമായിട്ട് ഏതൊരു അടിയന്തര സാഹചര്യം കിട്ടുന്നതാണ്. വെള്ളത്തിനടിയിൽ കുടുങ്ങിപ്പോയ തന്റെ ഉപജീവന മാർഗമായ വല ഫയർഫോഴ്സ് ടീം എടുത്തുന്നത് തനിക്ക് വലിയ സഹായമാണ്. ഫയർഫോഴ്സിനോട് നന്ദിയുണ്ടെന്ന് തോമസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ വലയിലൊരു മീൻ കയറിയിട്ട് വല നിലവിൽ വലിയ മരക്കൊമ്പിൽ വെള്ളത്തിനടിയിലുള്ള വലിയ വേരയിലേക്ക് ഉടക്കി നിന്നു. ഇത് തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എടുക്കാൻ നോക്കിയിട്ട് നടക്കണ്ടായില്ല. ഇത് എൻ്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ഒരു വലയാണ്. വളരെ വല കുറവാണ്. ഇതിനകത്ത് വലിയ മീനുകളൊക്കെ പിടിക്കുന്ന ഒരു വലയാണ്. എടുക്കാൻ ബുദ്ധിമുട്ട് വന്നു. നിലവിൽ ഒരു നിവൃത്തിയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫയർഫോഴ്സിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ അവരൊന്ന് സമീപിച്ച് നോക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ സമീപിച്ചാണ്. കേട്ടോടൻ തന്നെ അവർ വന്ന് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അവർ വന്ന് എനിക്ക്
ആഴങ്ങൾ ഇന്നത്തെ ആഴ്ചയിലാണ് വല ഉടക്കിയിരുന്നത്. അത് ഇറങ്ങി വളരെ പണിപെട്ട് അത് എനിക്ക് എടുത്തു തന്നു. ഞാൻ അവരോടുള്ള എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. മനുഷ്യ സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി ഈ സംഭവത്തെ കാണാം. ജീവിത പോരാട്ടത്തിൽ ഒറ്റപ്പെട്ടവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രതീക്ഷയുടെ കൈത്താങ്ങായി മാറുകയാണ് നമ്മുടെ രക്ഷാപ്രവർത്തകർ എന്ന് സമൂഹത്തിന് ആശ്വാസകരമാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.